ജർമ്മനിയിലേക്ക് ഒരു മൈഗ്രേഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിസ്റ്റീസ് വ്ലോഗ്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? ജർമ്മനിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഓപ്പർച്യൂണിറ്റി കാർഡ്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുക. അതിലൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ അൺസ്കിൽഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഹൗസ് കീപ്പിംഗ്, പാക്കേജിങ്, അതുപോലെ തന്നെ ഗാർഡനിങ്, അങ്ങനെയുള്ള കാറ്റഗറിയിലേക്കും ജർമ്മനിയിലേക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പം അതിലേക്ക് നോക്കാനാണെങ്കിലും നമുക്കിപ്പോൾ ഒരു വലിയൊരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, വലിയൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ടി വരത്തില്ല. ഫാമിലി ഒക്കെ ആയിട്ട് നമുക്ക് പോകാനും അവിടെ വളരെ ഈസി ആയിട്ട് സെറ്റിൽ ചെയ്യാനും, പിന്നെ ഇപ്പം വൈറ്റ് കോളർ ജോബ്സ് അല്ലെങ്കിൽ സ്കിൽഡ് ജോബ്സ് നോക്കുന്നവർക്കാണെങ്കിലും കുറച്ച് നാൾ അവിടെ പോയി നമ്മൾ അൺസ്കിൽഡ് ചെയ്തിട്ട് ലാംഗ്വേജ് ഒക്കെ ഒന്നും ഇവിടെ നല്ല സെറ്റ് ആക്കിയിട്ട് ജോബ് ചേഞ്ച് ചെയ്ത് നമ്മളുടെ പ്രൊഫഷണൽ ജോലിയിലേക്കൊക്കെ മാറാൻ പറ്റുന്ന ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഞാനൊരു ഇന്ന ഒരു ഏജൻസിയോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. നിങ്ങളുടെ ചുറ്റുമുള്ള അത്യാവശ്യം നല്ല ഏജൻസീസ് അല്ലെങ്കിൽ ജർമ്മനിയിലേക്കുള്ള ജോബ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള കൺസൾട്ടൻസീസിലൊക്കെ ഒന്ന് സംസാരിക്കുവാണെങ്കിൽ ഇതിനെക്കുറിച്ച് അവർ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഒത്തിരി വർഷത്തെ സർവീസ് കാര്യങ്ങളൊക്കെയുള്ള ഏജൻസി കാര്യങ്ങളാണെങ്കിൽ അവർക്ക് ഒത്തിരി നല്ല അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമുക്ക് തരാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അൺസ്കിൽഡും സ്കിൽഡും ഒക്കെയുള്ള കാറ്റഗറിയിൽ ഒരുപാട് ചാൻസസ് ഇന്ന് ജർമ്മനി നമുക്ക് തരുമ്പോൾ ജർമ്മനിയിലേക്ക് പോകാൻ നോക്കുന്ന ഒരുപാട് പേർക്ക് ആവശ്യമുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ്. അപ്പോൾ ഈ ജർമ്മൻ ലാംഗ്വേജിലെ ഒരു A1 ലെവലെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം. അതൊരു മിനിമം ക്വാളിഫിക്കേഷൻ ആണ്. മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇതാണ് A1 ലെവൽ എന്ന് വെച്ചാൽ. ഓരോ ജോബ് കാറ്റഗറി അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. എനിവേ ഈ ഒരു A1 ലെവൽ എന്ന് പറയുന്നത് കമ്പൽസറി ആണെന്ന് തന്നെ പറയാം. കാരണം ഒരു A1 ലെവൽ അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ബേസിക്, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ആവശ്യം, ഇച്ചിരി വെള്ളം വേണം അല്ലെ, അത്രയെങ്കിലൊക്കെ ഒന്ന് പറയണമെങ്കിൽ തന്നെ നമുക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ അല്ലെ. നമുക്ക് ഈ ഒരു A1 നോർമലി ഒരു A1, A2, B1, B2 ഈ ഒരു 4 ലെവലിലെ എക്സാംസ് കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ പാസ്സായി പോകുന്നത്. നിലവിൽ നമ്മുടെ ഇവിടുന്ന് ഒരു നേഴ്സുമാരാണേലും എല്ലാം പാസ്സായി പോകുന്ന A1 തൊട്ട് ഒരു B2 വരെയുള്ള ലെവലാണ്. അപ്പൊ നമുക്കൊക്കെ എങ്ങനെ ഒരു ജർമ്മനിലേക്ക് ഒരു കാര്യം നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജിലെ A1 ലെവൽ എന്ന് പറയുന്ന മസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും കുറച്ച് തടസ്സങ്ങളെ കാണും. ഒന്നാമത്തെ കാര്യം, A1 പഠിക്കാനായിട്ടുള്ള ആഗ്രഹവുമായി നിങ്ങൾ ഏത് കൺസൾട്ടൻസി ചെന്നാലും എങ്ങനെയും നല്ലൊരു എമൗണ്ട് ആകും. ഒരു 8,000 തൊട്ട് 8,000 അല്ല കേട്ടോ, ഒരു 10,000 ആ ഒരു റേറ്റ് തൊട്ട് അങ്ങോട്ടാണ് അതിൻ്റെ ഒരു റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്താലാണ് പിന്നെ ഒരു റേറ്റ് റിഡക്ഷൻ ഒക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ എനിവേ ഈ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ ഈവൻ ഓൺലൈനിലാണെങ്കിലും ഓൺലൈൻ വഴി പഠിക്കാമെന്ന് വെച്ചാലും പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ടോ ടൈമിന്റെ ഒരു പ്രോബ്ലം കൊണ്ടോ ഈ ഒരു ആഗ്രഹം മാറ്റി വെച്ചിരിക്കുന്നവരെ ഒരു ചെറിയൊരു ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയുന്നത്. ജർമ്മൻ A1 ഇന്ന് മുതൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ജർമ്മൻ A1 ലെവല് പല സീരിയസ് ആയിട്ട് ഇനി മുതൽ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ജർമ്മൻ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് വെരി ബിഗിനിങ് തൊട്ടായിരിക്കും പറഞ്ഞു തരുന്നത്. അപ്പം പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോയുടെ സമയം, തുടർന്നുള്ള സമയവും കാര്യങ്ങളെല്ലാം ഞാൻ എപ്പോഴാണെന്നുള്ളതൊക്കെ ബാക്കി ഇൻഫോം ചെയ്യാം. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് ചോദിക്കാം. A1 ലെവൽ മാത്രമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ നോക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പിന്നീട് പറയാം എങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു സജഷൻസോ കാര്യങ്ങളോ നമ്മുടെ വീഡിയോയിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, നമുക്കത് നോക്കാം. ഓക്കെ.